ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കളിയാക്കിയിരുന്ന പോലെ തന്നെ ഹയർസിൻ്റെ 16ാം അടിയന്തരം കഴിച്ചു വിട്ടിട്ടുണ്ട്. പിയും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് വേണ്ടി ഹാജരായ വക്കീലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16 അടിയന്തരം തന്നെ പറയാം. ഇനി ഒരു കാര്യവും അവിടെ കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവർ വാദം തുടങ്ങിയത് പിയുടെ ആസ് യൂഷ്വൽ പിയുടെ കിടിലൻ പെർഫോമൻസ് കൂടിയായിരുന്നു ഇന്നത്തെ വാദം. ഇവരെ വെല്ലുവിളിക്കുകയായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്കൊരു പീറ കടലാസ് കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കൂ, എന്തെങ്കിലും ഒരു സാധനം പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, പഞ്ചായത്തിൻ്റെ ലൈസൻസ് അല്ലാതെ വേറെ എന്തുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞതിൻ്റെ വെല്ലുവിളിയായിരുന്നു ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇവർ നമ്മുടെ നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്ന നമ്മുടെ വക്കീൽ തന്നെ അവിടെ ഹാജരായി. അദ്ദേഹം വളരെ നല്ല ശബ്ദത്തിൽ തന്നെ ഇവരെല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരെങ്ങനെയാണ് പൂളിംഗം കൊടുക്കുന്നത്, ഇവർ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇവരുടെ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രിവിലേജ്ഡ് കസ്റ്റമേഴ്സാണ്, ഇവർക്ക് റിഡീം ചെയ്തെടുക്കാനേ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അനവധി FIRകൾ തുരുതുര എറിഞ്ഞു കൊടുത്തു. അതിലൊക്കെ ഉണ്ട് എനിക്ക് ഇത്ര പൈസ തിരിച്ചു കിട്ടി, എനിക്ക് ആഴ്ചയിൽ ഇത്ര പൈസ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നിയമപരമായ ഏതൊരു ഏജൻസിയുടെയും അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ അവസാനം എടുത്ത് വീശിയത് നമ്മുടെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ടാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ ഹയർസിൻ്റെ വക്കീലൊന്ന് വരണ്ടുപോയി. ഇതെന്താ ചാദനം എന്നാണ് ചോദിച്ചത്. നമ്മുടെ കമ്പനി ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കോപ്പി ജഡ്ജിനും കൊടുത്തു. ജഡ്ജും കണ്ട് ചോദിച്ചു, ഇത് RBIയുടെ ലൈസൻസ് വേണമല്ലോ, RBIയുടെ അപ്രൂവൽ വേണമല്ലോ, മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് ഇറക്കാൻ വേണ്ടി, ഇന്ത്യയിൽ ഇറക്കാൻ വേണ്ടി RBIയുടെ ലൈസൻസ് വേണമല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞപ്പോൾ ഇവരുടെ പ്രമുഖനായ വക്കീൽ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, RBIയുടെ ലൈസൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് ഇറക്കാമെന്നൊക്കെയാണ് പാവം തട്ടിവിട്ടത്. അതിനുശേഷം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത് നമ്മളതായിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഫേക്ക് വെബ്സൈറ്റിൽ നിന്ന് ഉള്ളതായിരിക്കാം, നമ്മൾക്കിത് ഒരുപാട് ഫേക്ക് വെബ്സൈറ്റുകൾ ഉണ്ട്, അതൊക്കെ നമ്മൾ പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിയും മറ്റ് നിക്ഷേപകരുടെ വക്കീലൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇതാ ശ്രീനാഥ് പ്രതാപിൻ്റെ ഒപ്പിതാ, കമ്പനിയുടെ സീലിതാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതോടുകൂടി നമ്മുടെ വക്കീലിൻ്റെ കാറ്റ് പോയി എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കാണിക്കാനുള്ളത് ഇവരുടെ പണം കൈമാറ്റം, എത്ര കോടിക്കണക്കിന് രൂപയുടെ കൈമാറ്റങ്ങളുടെ കണക്കുകൾ കാണിക്കാൻ വേണ്ടി ഹാർഡ് ഡിസ്ക് ഹാജരാക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഇവരുടെ ഫ്രീസ് ചെയ്ത സമയത്ത് തന്നെ പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ ഹാർഡ് ഡിസ്കിൽ എല്ലാതരം രേഖകളും ഉണ്ട്, പോലീസ് സമർപ്പിച്ച CDയിലെല്ലാം ഉണ്ട്, ഹാർഡ് ഡിസ്കിലെല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നും അതുപോലെ നിക്ഷേപകരുടെ എല്ലാ വിവരങ്ങളും, പൈസ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ കാണിക്കാം, അതിൻ്റെ ടെക്നീഷ്യനെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു അതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ആരും തന്നെ ഉച്ചയൂണ് ഒഴിവാക്കിയിട്ടുള്ള വാദങ്ങൾ തുടരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു 1:30 കോടതി പിരിയാണ് ഉണ്ടായിരുന്നത്. 1:45 കോടതി പിരിയാണ് ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും അടുത്ത തിങ്കളാഴ്ച പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ലാപ്ടോപ്പും അതിൽ നിന്നുള്ള എല്ലാ രേഖകളും
ജഡ്ജ്, ഈ ജഡ്ജ് കണ്ടില്ലല്ലോ, മറ്റേ ജഡ്ജാണ് അന്ന് കണ്ടത്. അപ്പോൾ പുതിയ ജഡ്ജ് കണ്ട് എന്താണ് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സംഭവം ആള് ക്ലോസ് ആയി. ഇനി നമ്മളിപ്പോൾ അവസാനം നമ്മൾ ബോഡി കാണുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയേ ഉള്ളൂ. എന്തോ അത് അർപ്പിക്കുന്ന ഒരു പുഷ്പം സമർപ്പിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പൈസ തിരികെ കൊടുക്കാൻ കമ്പനി റെഡിയാണ്, എല്ലാ നിക്ഷേപകർക്കും. അപ്പോൾ പി ചോദിച്ചു, എന്താണ് അത് എല്ലാ നിക്ഷേപകർക്ക് മുഴുവൻ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ജഡ്ജിയോട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നു നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നിക്ഷേപകരുണ്ട് എന്ന് ഇദ്ദേഹം സമ്മതിക്കുകയാണ്. പ്ലീസ് അത് നോട്ട് ചെയ്യണം, വിധിന്യായത്തിൽ വരണം, നിക്ഷേപകർക്ക് ഒരു ആശ്വാസമായിക്കോട്ടെ. ഓക്കെ, ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോട്ട് ചെയ്തു. അപ്പോൾ നിക്ഷേപകരുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യങ്ങൾ ചിലപ്പോൾ വിളിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയാതെ പറഞ്ഞു പോകുന്നു. നിക്ഷേപകരുണ്ട് എന്നുള്ള കാര്യങ്ങളും കോടതി മുമ്പാകെ വന്നു. ഇവർക്ക് വിദേശത്തൊരു ഡമ്മി കമ്പനി ഉണ്ടാക്കി അതിലേക്ക് കോടികൾ മറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ മുമ്പാകെ വന്നു. അത് UK കമ്പനി ഹൗസിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് കൈമാറി, ഹെറോക്സിൻ്റെ ഡീറ്റെയിൽസ് കൈമാറി, എല്ലാം തന്നെ കൈമാറിയിരിക്കുന്നു. ഇനി ഒന്നും തന്നെ കൈമാറാനില്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും തന്നെ, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് ഇനി ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം കൂടി, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം എന്നൊക്കെ പറയുന്നത് വെറും കളവാണെന്നും ഇതിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ലീഡർമാർ പൈസ അടിക്കുന്ന പരിപാടിയാണ് ഇതെന്നും നമ്മുടെ റസിയാത്താക്കടക്കം മനസ്സിലായിട്ടുണ്ട്. റസിയാത്ത ഇന്ന് പറയുകയാണ്, ഞാനിന്ന് ഹൈക്കോടതി വക്കീലിനെ വിളിച്ചപ്പോൾ മനസ്സിലായത് ഓരോ സിറ്റിങ്ങിനും 20,000 30,000 ഒക്കെ വേണ്ടു. പക്ഷേങ്കിൽ ഇവർ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത് 3 ലക്ഷവും 5 ലക്ഷവും 8 ലക്ഷവും ഒക്കെ വേണമെന്നാണ്. അതുകൊണ്ട് അതിലും നമുക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് ഇവർ പൈസ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ റസിയാത്തായെ പോലുള്ള, നമ്മുടെ കണ്ണൂർക്കാരിയായ റസിയാത്തയെ പോലെയുള്ള ആൾക്കാർക്കും മനസ്സിലായി. എന്തായാലും റസിയാത്തായാലും നമ്മുടെ അമ്പിളി എബ്രഹാം ആയാലും ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെക്കുറിച്ചൊന്നും നമ്മൾ വീഡിയോയിലൊന്നും പരാമർശിക്കാത്തത്. അവരുടെയൊക്കെ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ നമ്മൾ ഒന്നും പരാമർശിക്കാതെ, അവരൊക്കെ പെട്ടുപോയവരാണ്. ഒരുപാട് ആൾക്കാർ അടിയിൽ പണം നിക്ഷേപിച്ച് അവർക്കൊന്നും തന്നെ കിട്ടിയില്ല. വീടൊക്കെ ജപ്തിയായിട്ടുള്ള അവസ്ഥയിലാണ് അവരൊക്കെ. ചില ആൾക്കാരൊക്കെ വാടക വീട്ടിലാണ്. നമ്മൾ എതിർക്കുന്നത് ഇതിൽ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഈ ഗതിയിലാക്കിയവരാണ്. പക്ഷേങ്കിൽ ഇതുപോലെയുള്ളവർ ഇതിൽ പെട്ടുപോയ ലീഡർമാരാണ് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഒന്നും തന്നെ ഇനി കോടതിക്ക് മുമ്പാകെ ഇനിയിപ്പം ജസ്റ്റ് ഒരു വെബ്സൈറ്റ് കാണുക, അല്ലെങ്കിൽ ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണുക എന്നുള്ളതാണ്. ഇവരുടെ കോടതിക്ക് മുമ്പാകെ ഒരുപാട് FIRകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള പോലീസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, പോലീസ് ഇൻഫർമേഷൻ കണ്ടന്റ് 13ാമത്തെയോ 14ാമത്തെയോ പോയിന്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ റിഡീം ചെയ്തെടുക്കൽ മാത്രമല്ല, പണം നിക്ഷേപിച്ച് അതിൽ സാധനം വാങ്ങി തീർക്കുക, മുൻകൂർ പണം നൽകി സാധനം വാങ്ങി തീർക്കുക എന്നത് മാത്രമല്ല, ഇവരെ പണം നിക്ഷേപിച്ച് 5 ഇരട്ടിയും 10 ഇരട്ടിയും പണം ഉണ്ടാക്കുക, മണി ചെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വെടിപ്പായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ വലിയൊരു ആരോപണമായിരുന്നു
ഈ കമ്പനി പൂട്ടുന്നതിന് മുന്നേ ആരും തന്നെ FIR ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം അതും കോടതി മുമ്പാകെ അതൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി പൂട്ടുന്നതിന് മുമ്പേ തന്നെ 3 FIR, മണി ചെയിൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള 2 FIR-ഉം, ഒന്ന് ക്രിപ്റ്റോ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടുള്ള 1 FIR-ഉം. അപ്പോൾ 3 FIR. ഒന്നാമത്തെ FIR 30/1/2021 ഇട്ട ചേർപ്പ് പോലീസ് ഇട്ട 68 എന്നുള്ള നമ്പറിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ക്രൈംബ്രാഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് ഇവരുടെ രാത്രി 9 മണിക്ക് ചേർപ്പ് SI പോയിട്ട് റെയ്ഡ് നടത്തി ഇവരുടെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മണി ചെയിൻ ചെയ്യുന്നു എന്നുള്ള PCMC ആക്ട് പ്രകാരം ഇട്ട FIR. രണ്ടാമത്തെ FIR എന്ന് പറയുന്നത് 1600 രൂപയുടെ ക്രിപ്റ്റോ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പർപ്പസും ഇല്ലാതെ ക്രിപ്റ്റോ കോയിൻ തന്ന് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള FIR. അത് ശ്രീ മനു എന്ന വ്യക്തി ഇട്ട FIR ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1600 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോഴാണ് 10,000 10 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ഇട്ടവരെ ഇവരുടെ വാക്ക് കേട്ട് ഇപ്പോഴും FIR ഇടാതെ പരാതി നൽകാതെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ മനുവിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ അർജുൻ എന്ന വ്യക്തി കഴിഞ്ഞ 2023 ഡിസംബർ, അതും ജനുവരി 26-നാണ് ആ ഒരു FIR ഇട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് മണി ചെയിൻ ആണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട്. അപ്പോൾ ഈ 3 FIR-കൾ, ഒന്ന് പോലീസ് ഇട്ടത്, ഒന്ന് ക്രിപ്റ്റോ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഒന്ന് മണി ചെയിനുമായി ബന്ധപ്പെട്ട് നിക്ഷേപകൻ ഇട്ടത്. അപ്പോൾ ഈ 3 FIR-കൾ ഒക്കെ ഉള്ളത് കമ്പനി പൂട്ടുന്നതിന് മുന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, കമ്പനി പൂട്ടുന്നതിന് മുന്നേ തന്നെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ 3 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ HR-ന്റെ ഷെയർ 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം തിരികെ കിട്ടുന്ന ആ പരിപാടി, മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് അടക്കം കോടതിയുടെ മുമ്പാകെ ചർച്ചയ്ക്ക് വന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ് 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ബോണ്ടുകൾ, ഡിഎസ്കോ ബോണ്ടും OTT ബോണ്ടും. അപ്പോൾ ഇത് RBIയുടെ അനുമതിയില്ലാതെ ഇറക്കി എന്നുള്ളതാണ്. 8000-ഓളം ബോണ്ടുകളാണ്. 8000-ഓളം ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായി 400 കോടി പിരിച്ചിട്ട് ഇന്ന് ബാക്കിയുള്ളത് 212 കോടിയാണ്. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ അയ്യൂബ് ഖാനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഈ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ പൈസ കൊടുക്കില്ല, ആർക്കും തന്നെ പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. ഈ കമ്പനി തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നു വന്നാലും പൈസ കിട്ടില്ല, കമ്പനി തിരിച്ചു വരികയില്ല, വന്നാലും പൈസയും കിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ 100 രൂപ ചലഞ്ചും 150 രൂപ ചലഞ്ചും സംഘടിപ്പിക്കുന്നത്? പ്രതികരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. FIR ഇടണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഈ തട്ടിപ്പിനെതിരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതികരിക്കുകയെങ്കിലും വേണം. ബൈ.